ഏവർക്കും സ്നേഹവന്ദനം. സൂംബ ഡാൻസ് വളരെ നമ്മുടെ നാട്ടിൽ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡാൻസ് കളിക്കുന്നത് ചില മതക്കാർക്ക് നിഷിദ്ധമാണ്. അവരുടെ റസൂൽ അതിനെ നിരോധിച്ചിട്ടുണ്ടെന്ന് ചില ആളുകളും, നിരോധിച്ചിട്ടില്ലെങ്കിലും അത് ശരിയല്ല എന്ന് മറ്റു ചിലരും വാദിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി മറ്റുള്ള സമുദായക്കാരെ കൂട്ടുപിടിക്കുന്ന ഒരു സമ്പ്രദായം കൂടെ വന്നിരിക്കുകയാണ്. അതിനകത്ത് ചർച്ചകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ കേട്ടതായ ഒരു കാര്യം, ക്രൈസ്തവരും ഹൈന്ദവ സഹോദരങ്ങളൊക്കെ ഈ സൂംബ ഡാൻസിനെതിരാണെന്ന് ഒരു ചങ്ങാതി ഇരുന്ന് പറയുന്നത് കേട്ടു. ആ ചങ്ങാതിയുടെ അറിവുകേട് എല്ലാ തലങ്ങളിലും കാണിച്ചു. അദ്ദേഹം വിസ്ഡം എന്ന് പറയുന്ന ഇസ്ലാമിക ഗ്രൂപ്പിൽ തന്നെയുള്ള സുന്നികൾക്ക് വിരോധികളായിട്ടുള്ള മുജാഹിദ് സമൂഹത്തിൻ്റെ വേറൊരു ഗ്രൂപ്പാണ് ഈ വിസ്ഡം ഗ്രൂപ്പ്. അപ്പം അവർ വിദ്യാഭ്യാസ കാര്യങ്ങളിലും അതേപോലെ സാംസ്കാരിക കാര്യങ്ങളിലൊക്കെ ഉന്നതിയിലേക്ക് നയിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ്. പക്ഷേ അത് ചിന്തിക്കുമ്പോൾ തന്നെ അവർ 6-ാം നൂറ്റാണ്ടിൽ കെട്ടപ്പെട്ടവരാണ്. അതിനകത്തുനിന്ന് ഒരു മാറ്റവുമില്ല എന്നുള്ളത് അവരുടെ വ്യത്യസ്തമായ ചിന്താഗതികളും അവരുടെ സംസാരങ്ങളൊക്കെ നമ്മളെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കൂടെ പറയുന്നത് 6-ാം നൂറ്റാണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ നല്ല കാലഘട്ടമെന്നാണ്. എന്നാൽ 6-ാം നൂറ്റാണ്ടിലേക്ക് നമ്മുടെ കുട്ടികളെ കൂടെ, വിദ്യാർത്ഥികളെ കൂടെ കൊണ്ടെത്തിക്കാനുള്ള വലിയൊരു ഉദ്യമത്തിലാണ് അത്തരക്കാരെന്നുള്ളത് മറന്നു പോരുത്. അതുകൊണ്ട് തന്നെ വിസ്ഡം ഗ്രൂപ്പ് പോലുള്ള ആളുകളുമായിട്ടൊക്കെ ചെറുപ്പക്കാർ സംഘടിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മീറ്റിങ്ങുകളിലൊക്കെ പോകുമ്പോൾ ഓർത്തുകൊള്ളണം, നിങ്ങളെ 6-ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഉദ്യമത്തിലാണ് അവരെല്ലാവരും. അല്ലാതെ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കാൻ നിങ്ങൾക്ക് അനുവാദം തരുന്നവരല്ല അത്തരക്കാരെന്നുള്ളതും കൂടെ അറിയുക. അപ്പോൾ അവർ ചോദിക്കുന്ന പല ചോദ്യങ്ങളുണ്ട്. ചാനൽ ചർച്ചകളിലും മറ്റും ഒക്കെ അവർ ചോദിക്കുന്നത് സൂംബ ഡാൻസ് കൊണ്ട് എന്ത് ഗുണമുണ്ട് ഇത്യാദി ചോദ്യങ്ങൾ നിരവധി തവണ നമ്മൾ കേൾക്കുകയാണ്. പല ആളുകളും അതിന് കൃത്യമായ മറുപടി കൊടുക്കുന്നില്ല. പ്രത്യേകിച്ച് ആങ്കറിങ് ചെയ്യുന്ന ആളുകളൊന്നും തന്നെ അതിന് കൃത്യമായിട്ടുള്ളൊരു വിവരണം കൊടുക്കാൻ ഒന്നുകിൽ അവർക്ക് അറിഞ്ഞുകൂടായിരിക്കും, അല്ല എങ്കിൽ അവരതിനെക്കുറിച്ച് കൃത്യമായി പറയണമെന്ന് ആഗ്രഹിക്കാത്തതായിരിക്കും. എന്തായാലും അവർക്ക് ചെറിയ ഗ്രാഹ്യമെങ്കിലും ഇതിനകത്ത് കാണും ആങ്കേഴ്സിന്. കാരണം അവർ ഈ വിഷയം സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ചെറിയ പഠനം നടത്തി കാണും. ഞാനിന്ന് ആ വിഷയത്തെ സംബന്ധിച്ച് അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളെ സംബന്ധിച്ചാണ് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം ശാസ്ത്രമെന്ന് പറയുന്ന ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ തക്കവണ്ണം ക്രൈസ്തവരായിട്ടുള്ള നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. മറ്റുള്ളവരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തടി തപ്പി പോകുമ്പോഴും നമ്മൾ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിപ്പിക്കാൻ ബാധ്യസ്ഥരായതുകൊണ്ടാണ് നാം ഈ വിഷയം നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ഇന്നത്തെ ലോകത്ത് ഉത്കണ്ഠ, മാനസിക സമ്മർദ്ദം, വിഷാദം തുടങ്ങിയ മാനസിക ആരോഗ്യ വെല്ലുവിളികൾ സാധാരണയായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ വീടുകളിലും ഒരാളെങ്കിലും മാനസികമായിട്ടുള്ള ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വീടുകളിലും ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ നിരവധി ആളുകളാണ് ദിനംതോറും ഈ തരത്തിൽ എൻ്റെ അടുക്കൽ വരാറുള്ളത്, സംസാരിക്കാറുള്ളത്. ഞാൻ ഹൗസ് വിസിറ്റിംഗ് നടത്തുമ്പോൾ അവിടെയും ഈ തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് പലപ്പോഴും ഈ തെറാപ്പിയും മരുന്നുകളും ആവശ്യമാണെങ്കിലും സുംബെ പോലുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ നമ്മുടെ ദിനചര്യയായി ഉൾപ്പെടുത്തുന്നത് ഒരു വലിയ മാറ്റമായിരിക്കും ഉണ്ടാക്കുന്നതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് മറ്റുള്ളതിനൊക്കെ മരുന്നുകളൊക്കെ ഉണ്ട്, ചിലതിനൊക്കെ മരുന്ന് കഴിച്ചാൽ പോലും അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകുമെന്നേ ഉള്ളൂ. ദീർഘനാളുകൾ മരുന്ന് കഴിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ ഈ സൂംബ ഡാൻസ് നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ മാനസിക ആരോഗ്യത്തെ പോലും നന്നാക്കാനായിട്ട് സാധിക്കുമെന്നുള്ള പഠനങ്ങൾ, ശാസ്ത്രീയ പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ സജീവമായ സംഗീത നൃത്തത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ചലനങ്ങളാണ് പ്രധാനമായിട്ടും ഈ സൂംബ ഡാൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം അതിനകത്ത് സംഗീതവുമുണ്ട്, നൃത്തവുമുണ്ട്. അതോടൊപ്പം തന്നെ അതിനകത്ത് നമുക്ക് ലഭിക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാമല്ലോ ഈ സംഗീത നൃത്തത്തിലെ ആ പ്രചോദനം, അതിനകത്തുള്ള ചലനങ്ങൾ, അതൊക്കെയാണ് അവർക്ക് പ്രചോദനം കൊടുക്കുന്നത്. അപ്പോൾ അത് സമൂഹത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ജീവിത അന്തരീക്ഷം അത് രൂപപ്പെടുത്തിയെടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ സൂംബ ഡാൻസ് എന്ന് പറയുന്ന മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു സമഗ്രമായ പ്രവർത്തനമായിട്ട് തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ആ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ സൂംബ ഡാൻസിനെ കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സൂംബ ഡാൻസ് മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുകയും ഉത്കണ്ഠ കുറയ്ക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്നും സന്തോഷകരവും സന്തുലിതവുമായ ജീവിതം നയിക്കാൻ നമ്മളെ എങ്ങനെ സഹായിക്കുമെന്നും ആണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ശാരീരിക പ്രവർത്തനങ്ങളും മാനസിക ആരോഗ്യം തമ്മിലുള്ള ബന്ധം നമുക്കറിയാവുന്നൊരു കാര്യമാണ്.
ഏതൊരു വ്യക്തിയുടെയും മാനസികമായിട്ടുള്ള ആരോഗ്യം ആ വ്യക്തിയുടെ ശാരീരിക പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പം ഈ സുംബ ഡാൻസ് മാനസിക ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്തുന്നു എന്നാണ് ഒന്നാമതായിട്ട് ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിൽ ശാരീരിക പ്രവർത്തനങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഗവേഷണങ്ങൾ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വ്യായാമം നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവിക മാനസികാവസ്ഥ ഉയർത്തുന്ന ഒരു എൻഡോർഫിനുകളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയും കോർട്ടിസോൾ പോലെയുള്ള സമ്മർദ്ദ ഹോർമോണുകളുടെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് അറിയാവുന്ന പോലെ നമ്മളിലൊക്കെ ദൈവദത്തമായി അന്തർനിദാനമായിരിക്കുന്ന അലാറാം സംവിധാനമാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലെ പ്രധാന സമ്മർദ്ദ ഹോർമോണാണ്. നമ്മുടെ മാനസിക അവസ്ഥ, പ്രചോദനം, ഭയം എന്നിവ നിയന്ത്രിക്കാൻ ഇത് നമ്മുടെ തലച്ചോറിൻ്റെ ചില ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്കറിയാം. നമ്മുടെ വൃക്കയുടെ മുകളിൽ ഭാഗത്തുള്ള അഡ്രീനൽ ഗ്രന്ഥികൾ കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ശരീരം ചെയ്യുന്ന നിരവധി കാര്യങ്ങളിൽ കോർട്ടിസോൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഉദാഹരണത്തിന് ഇത് നമ്മുടെ ശാരീരിക കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പുകൾ, പ്രോട്ടീനുകൾ എന്നിവ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതും നിയന്ത്രിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നീരുണ്ടല്ലോ, അതായത് ഇങ്ങനെ പൊള്ളപ്പൊക്കെ വരുന്നത്, അത് കുറയ്ക്കാനായിട്ട് ഈ വിധത്തിൽ സഹായിക്കും. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല രക്തത്തിലെ പഞ്ചസാര അഥവാ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. അതുപോലെ ചില സമയത്ത് ചില ആളുകൾക്ക് തീരെ ഉറക്കം കാണുകയില്ല. ചില ആളുകൾ എപ്പോഴും ഇങ്ങനെ ഉണർന്ന് നടക്കും, ചില ആളുകൾ എപ്പോഴും ഉറക്കം തൂങ്ങികളായിരിക്കും. അപ്പം ഈ ഉറക്കത്തിൻ്റെയും അതുപോലെ തന്നെ ഉണർവിൻ്റെയും ഒക്കെ ക്രമം നിയന്ത്രിക്കാനായിട്ട് ഇത് വളരെ ആവശ്യമുള്ളതാണ്. അപ്പോൾ സമ്മർദ്ദം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഊർജം വർദ്ധിപ്പിക്കുകയും പിന്നീട് സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കോർട്ടൽസ് അത്യാവശ്യമാണ് നമുക്ക്. അപ്പോൾ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് തലച്ചോറിൽ സ്ഥിതി ചെയ്യുന്ന ഹൈപ്പോതലാമിസിനും അതേപോലെ തന്നെ പിറ്റ്യൂറി ഗ്രന്ഥികൾക്കും രക്തത്തിൽ ശരിയായ അളവിൽ കോർട്ടിസോൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അളവ് വളരെ കുറവാണെങ്കിൽ മസ്തിഷ്കം അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ അളവ് ക്രമീകരിക്കുന്നു. അതേപോലെ തന്നെ അഡ്രീനൽ ഗ്രന്ഥികൾ ഈ സിഗ്നലുകളെല്ലാം തന്നെ സ്വീകരിക്കുന്നു. തുടർന്ന് അവ പുറത്തുവിടുന്ന കോർട്ടിസോളിൻ്റെ അളവ് സൂക്ഷ്മമായി ക്രമീകരിക്കുന്നു. അപ്പോൾ ശരീരത്തിലെ മിക്ക കോശങ്ങളിലും കാണപ്പെടുന്ന കോർട്ടിസോൾ റിസപ്റ്ററുകൾ വ്യത്യസ്ത രീതികളിലാണ് ഹോർമോൺ സ്വീകരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതെന്നുള്ളതും ശാസ്ത്രീയപരമായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്നതാണ്. ആവശ്യങ്ങൾ ദിനംതോറും ഓരോ ദിവസത്തിലെ അളവ് വ്യത്യാസപ്പെടുത്തിയാണത് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നത്. ഉദാഹരണത്തിന് ശരീരം ഉയർന്ന ജാഗ്രതയിലായിരിക്കുമ്പോൾ കോർട്ടിസോളിന് തടസ്സമാകുന്ന പ്രവർത്തനങ്ങളെ മാറ്റാനോ നിർത്താനോ കഴിയുന്നു. ഇതിൽ ദഹന വ്യവസ്ഥ അല്ലെങ്കിൽ പ്രത്യുൽപാദന വ്യവസ്ഥ, രോഗപ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ നമ്മുടെ വളർച്ചാ പ്രക്രിയകൾ പോലും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് പ്രത്യേകത. പ്രത്യേകിച്ച് സുംബ ഡാൻസ് ഒരു മാനസിക ആരോഗ്യ ബൂസ്റ്ററായിട്ട് ഇട്ട് നിൽക്കുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത് സംഗീതം, താളം, സാമൂഹിക ഇടപെടൽ എന്നിവയുമായി എയറോബിക് വ്യായാമം സംയോജിപ്പിക്കുന്നു. അതായത് 3 പ്രധാന തലങ്ങളാണ് ഈ ഡാൻസിൽ. ശാരീരിക ക്ഷമത മെച്ചപ്പെടുത്തുക മാത്രമല്ല, മാനസിക വിശ്രമത്തിനും വൈകാരിക ബന്ധത്തിനും അനുകൂലമായ ഒരു അന്തരീക്ഷം നമ്മളിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. നമ്മൾ മറ്റുള്ളവരിൽ സൃഷ്ടിക്കുകയല്ല, നമ്മളിൽ തന്നെ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോഴാണ് നമുക്കത് മറ്റുള്ളവരോട് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പം ഒരാളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി ഈ സുംബ ഡാൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ശരിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ മാറ്റം വന്നു കഴിയുമ്പോൾ നമ്മൾ അവരുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ ഒരു സ്നേഹത്തോടുകൂടെ പുഞ്ചിരിയോടുകൂടെ ഒക്കെ ഇടപെടുമ്പോൾ അവരിലും ഇതിൻ്റെ ഒരു പ്രതിഫലനം കാണാനായിട്ട് സാധിക്കും. അപ്പം സുംബ ഡാൻസ് മാനസിക ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ് പല തുടാപ്പി സഹോദരങ്ങളും ചോദിക്കുന്നത്. അപ്പോൾ അവരോടുള്ള മറുപടിയായിട്ട് നമ്മൾ പറയുന്നത്, ഒന്നാമതായിട്ട് എൻഡോർഫിനുകൾ ഈ ഡാൻസ് നിമിത്തം നമ്മളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഗുണങ്ങൾ. സുംബ ഡാൻസ് കളിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഏറ്റവും പെട്ടെന്നുള്ള ഗുണങ്ങളിലൊന്ന് സന്തോഷ ഹോർമോണുകൾ എന്നറിയപ്പെടുന്ന എൻഡോർഫിനുകളാണ്. അത് വികസിക്കാനായിട്ട് ഈ ഡാൻസ് ഉപകരിക്കും. ഈ രാസവസ്തുക്കൾ
പ്രകൃതിദത്ത വേദന സംഹാരികളായും മാനസിക സന്തോഷാവസ്ഥ വർദ്ധിപ്പിക്കുന്നവയായും പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ, നമ്മുടെ സെൻറ്ററിൽ വരുന്ന ആളുകൾ പലപ്പോഴും വളരെ ഗ്ലൂമിയാണ്. എന്നാൽ അവർക്ക് ഇതേപോലുള്ള ചില എക്സർസൈസുകളും കായികമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ മനസ്സ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരനുഭവത്തിലേക്ക് വരും. കാരണം ഈ ഒരു ഹോർമോൺ തലം അവർക്ക് ഉയർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതിനാൽ ഉത്കണ്ഠയും സമ്മർദ്ദവും തൽക്ഷണം കുറയ്ക്കാനായിട്ടും സാധിക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഈ ആങ്ഷൈറ്റി കുറച്ച് കൂടി വന്നു കഴിയുമ്പോൾ ആങ്ഷൈറ്റി ഡിസോർഡർ ആകും. പിന്നീട് അതൊക്കെ ഡിപ്രഷനിലേക്കൊക്കെ മനുഷ്യരെ കൊണ്ടുവത്താനായിട്ട് സാധിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ തരത്തിലുള്ള ഈ ഹോർമോൺസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ രണ്ടാമത്തെ ഗുണമെന്ന് പറയുന്നത് ആശങ്കകളിൽ നിന്നുള്ള ഒരു റിലീഫ് നമുക്ക് എന്നേക്കുമായിട്ട് കിട്ടും. നമുക്ക് ഒരുപാട് ക്യൂരിയോസിറ്റീസ് ഉണ്ട്, നല്ലതാണ്, പോസിറ്റീവായിട്ടുള്ള ക്യൂരിയോസിറ്റീസ് ഉണ്ട്, അതോടൊപ്പം തന്നെ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതിന് ഒരു മാറ്റം വരുത്താനായിട്ട് ഈ സുംബ ഡാൻസ് കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. കാരണം എന്താണ്? സുംബ ഡാൻസിൻ്റെ വേഗതയേറിയതും ആകർഷകവുമായ സ്വഭാവം പങ്കെടുക്കുന്നവരെ നൃത്ത സംവിധാനത്തിലൂടെ ആ ഒരു തലത്തിലേക്ക് എത്തിക്കും. മാത്രമല്ല അവരുടെ ശ്രദ്ധ അതിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇത് നമ്മുടെ മനസ്സിലെ ഭ്രാന്തമായ ചിന്തകളിൽ നിന്നും ആശങ്കകളിൽ നിന്നും വിടുതൽ നൽകുന്നു. നമ്മുടെ ആശങ്കകൾക്ക്, ആങ്ഷൈറ്റികൾക്ക് നല്ലൊരു പങ്ക് വരെ ഇതിൽ നിന്നൊരു മോചനം തരുന്നു. ഈ മൈൻഡ്ഫുൾനെസ് പോലുള്ള കാര്യങ്ങൾ ഉത്കണ്ഠ കുറയ്ക്കുകയും സാന്നിധ്യബോധം അഥവാ പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മളിൽ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. പല ആളുകൾക്കും അവർ സംസാരിക്കുമ്പോൾ എന്താ സംസാരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ, അവർ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. കാരണം ആ പ്രസൻസ് ഓഫ് മൈൻഡ് പലപ്പോഴും നഷ്ടപ്പെടാറുണ്ട്. നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് പെട്ടെന്ന് ഞെട്ടി ഉണരുമ്പോൾ നമുക്കൊരു എവിടെയാണ് എന്നുള്ളൊരു ആശങ്ക ഉണ്ടാകും. അത് ചില ആളുകളിൽ സ്ഥിരമായിട്ട് കാണപ്പെടുന്നുണ്ട്. ആ പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലായ്മ, വാഹനം ഓടിക്കുന്ന സമയത്ത് എതിരെ വരുന്ന വാഹനങ്ങളെ കാണാനോ അല്ലെങ്കിൽ അറിയാനോ സാധിക്കാതെ ഹോൺ അടിച്ചാൽ മാത്രം പെട്ടെന്ന് ഞെട്ടി ഉണരുന്ന പോലത്തെ സ്വഭാവം. ഇപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം കിട്ടാൻ തക്കവണ്ണം ഈ ഡാൻസ് കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ശാസ്ത്രീയപരമായിട്ടുള്ള പഠനത്തിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂന്നാമത്തത് സാമൂഹ്യ ബന്ധം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ സാമൂഹ്യ ബന്ധം നമ്മൾ വർദ്ധിപ്പിക്കുന്നു. സുംബ ക്ലാസ്സുകൾ സാമൂഹ്യ ബോധം നമ്മളിൽ വളർത്തുന്നു. അതുവഴി മറ്റുള്ളവരുമായിട്ട് നമുക്ക് ബന്ധപ്പെടുന്നതിന് എളുപ്പമാകുന്നു. സാമൂഹ്യ ഇടപെടലുകൾ ഉത്കണ്ഠയ്ക്കും വിഷാദത്തിനും കാരണമാകുന്ന ഒറ്റപ്പെടലിൻ്റെയും ഏകാന്തതയുടെയും വികാരങ്ങൾ കുറയ്ക്കുന്നു എന്നുള്ളതാണ് ഈ പഠനത്തിലൂടെ മനസ്സിലാകുന്നത്. നമുക്കറിയാവുന്ന പോലെ ഉറക്കത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും തൽഫലമായിട്ട് സമ്മർദ്ദം കുറയ്ക്കുന്നതിലൂടെയും വിശ്രമം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും ഉറക്ക രീതികൾ നിയന്ത്രിക്കാൻ പതിവായിട്ട് സുംബ ഡാൻസുകൾ സഹായിക്കും എന്നുള്ളത് പഠന നിമിത്തം മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ചില ആളുകൾ, പ്രത്യേകിച്ച് മദ്യപിക്കുന്ന അല്ലെങ്കിൽ ഇൻടോക്സിക്കേഷനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആളുകൾക്ക് അവർക്ക് മിഡ് നൈറ്റിൽ പോലും ഉറങ്ങാൻ കഴിയില്ല. 2 മണിയാവും, ചിലപ്പോൾ 3 മണിയൊക്കെ ആവും, ഏർലി മോർണിംഗ്. അങ്ങനെ മാത്രമേ അവർക്ക് ഉറങ്ങാൻ കഴിയുള്ളൂ. പിന്നെ അതൊരു 10 മണി വരെ, പകല് ചിലപ്പോൾ മധ്യാഹ്നം വരെ കിടന്നങ്ങ് ഉറങ്ങുന്ന സ്വഭാവം. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ തക്കവണ്ണം ഈ സുംബ ഡാൻസ് കൊണ്ട് സാധിക്കുമെന്നുള്ളത് പല ആളുകളുടെ അനുഭവമായിട്ട് അവർ പങ്കുവെച്ച് അതൊരു ശാസ്ത്രീയമായ പഠനമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മെച്ചപ്പെട്ട ഉറക്കം ഉത്കണ്ഠ കുറയ്ക്കുന്നതിനുള്ള മൊത്തത്തിലുള്ള മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതില്ലാതെ നമുക്ക് പറ്റില്ല. നല്ല ഉറക്കം കിട്ടാതെ നല്ല മനസ്സുണ്ടാകുകയില്ല. അപ്പം മനസ്സിൻ്റെ നല്ല ആരോഗ്യാവസ്ഥയ്ക്ക് നല്ല ഉറക്കം വേണം. മിനിമം 7 മണിക്കൂർ നമ്മൾ ഉറങ്ങണം. കൂടി വന്നു കഴിഞ്ഞാൽ 8 ഉറങ്ങാവും, അത് കൂടുതൽ ഉറങ്ങരുത്. അപ്പം അറ്റ്ലീസ്റ്റ് 6-7 മണിക്കൂറെങ്കിലും നമുക്ക് ഉറങ്ങാൻ കഴിഞ്ഞാൽ അത് സൗണ്ട് സ്ലീപ്പായിരിക്കണം, ഏറ്റവും നല്ല ഒരു നിദ്രയായിരിക്കണം. ആ നിദ്ര ലഭിക്കാൻ തക്കവണ്ണം ഈ സുംബ ഡാൻസ് ഇടയാക്കുന്നു എന്നുള്ളതാണ് പല ആളുകളും അവരുടെ അനുഭവത്തിൽ നിന്ന് പങ്കുവെക്കുന്നത്. അപ്പോൾ അതൊരു ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. 5ാമതായിട്ട് ഈ സുംബ ഡാൻസ് കൊണ്ട് നമുക്ക് ആത്മവിശ്വാസം വളർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആത്മവിശ്വാസം, ഒരു സെൽഫ് കോൺഫിഡൻസ്, ഇതിൽ തന്നെ നമുക്കൊരു സെൽഫ് മോട്ടിവേഷനാണ് കിട്ടുന്നത്. നമുക്കറിയാമല്ലോ, ഈ ശരീരത്തിലെ രക്തധമനികളൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, ചലനാത്മകമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആകുന്നത്. അപ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷൻ നമ്മൾ കാണാത്ത, നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത സ്ഥലങ്ങളിലൊക്കെ ഇത് എത്തണം. കൃത്യമായി നമ്മുടെ തലച്ചോറുകളുടെ എല്ലാ ഭാഗങ്ങളിലും ഈ ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പോയിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്കൊരു ഉന്മേഷവും ഉണർവും ഒക്കെ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്ന് എവിടെയെങ്കിലും നിർത്തിയാൽ വാഴത്തട പോലെ അവിടെ അങ്ങിരിക്കും.
പിന്നെ അവരെ കുത്തിപ്പൊക്കണം പല കാര്യങ്ങളും പറഞ്ഞിട്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഓരോ മനുഷ്യനും വ്യത്യസ്തമായ ടെമ്പറമെൻ്റ് ഉണ്ട്, 4 തരത്തിലുള്ള ടെമ്പറമെൻ്റ്. മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ചൊരു ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ അത് ഇതുവരെ ആരും കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ സുംബ ഡാൻസിൽ പുതിയ നൃത്ത പരിപാടികൾ പഠിക്കുകയും അതിൽ പ്രാവീണ്യം നേടുകയും ചെയ്യുന്നത് ആത്മാഭിമാനവും ആത്മവിശ്വാസവും ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുന്നു. ഈ ഒരു പോസിറ്റീവ് ബലപ്പെടുത്തൽ കാലക്രമേണ ഉത്കണ്ഠ കുറയ്ക്കുകയും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നിയന്ത്രണം അനുഭവിക്കുവാൻ നമുക്ക് സഹായമായിട്ട് തീരുകയും ചെയ്യും. അപ്പോൾ ഈ മാനസിക ആരോഗ്യമെന്ന് പറയുന്നത് അത് ഓരോ വ്യക്തികളിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് മാനസിക ആരോഗ്യം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് പലരും പോയി ആത്മഹത്യ ചെയ്യുന്നത്, പലരും അതുകൊണ്ടാണ് കോപിക്കുന്നത്, ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുന്നതൊക്കെ മാനസിക നിലവാരങ്ങൾ കുറഞ്ഞു വരുന്നതുകൊണ്ടാണ്, ടെൻഷൻ വർദ്ധിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ ഒന്നാമത്തെ ഇപ്പോഴത്തെ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ലൈഫിലാണ് നമ്മളൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുന്നിടം വരെ പല ആളുകൾക്കും സമയമില്ല. ചില ആളുകൾ പകലൊക്കെ തലേന്ന് രാത്രി കിടന്നുറങ്ങിയതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി പിറ്റേന്ന് രാവിലെ മുതൽ കിടന്നുറങ്ങുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ മടിയന്മാരായിട്ട് മാറുന്നതൊക്കെ മാനസിക ആരോഗ്യം കൃത്യമായി പാലിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് ഈ സുംബ ഡാൻസിന് സാധിക്കും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ സുംബയുടെ മാനസിക ആരോഗ്യ ഗുണങ്ങൾ നിരവധി പഠനങ്ങൾ എടുത്തു കാണിച്ചിട്ടുണ്ട്. നമ്മൾ 1-2 മാഗസിൻ ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് കണ്ടത് ജേർണൽ ഓഫ് സ്പോർട്സ് സയൻസ് ആൻഡ് മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ സുംബയിൽ പങ്കെടുക്കുന്നവർക്ക് കുറച്ച് ടെൻഷനുകൾക്ക് ശേഷം ഉത്കണ്ഠയിൽ ഗണ്യമായ കുറവും വൈകാരിക ക്ഷേമവും അനുഭവപ്പെട്ടതായിട്ട് അവർ പറയുന്നുണ്ട്. അവർ പറയുന്നത് ഇതിനകത്ത് പങ്കെടുത്ത ആളുകൾ അവർ കുറച്ച് നാൾ ഈ നൃത്ത ചുവടുകളൊക്കെ വെച്ച് നൃത്തമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഒരുപാട് ആങ്സൈറ്റി ഡിസോർഡറൊക്കെ അവർക്ക് മാറിയിരിക്കുന്നു. അവർക്ക് വൈകാരികമായിട്ടുള്ള നല്ല ഫീലിങ്സൊക്കെ അവരിൽ വർദ്ധിച്ചു വരുന്നു. മറ്റേ തെറ്റായ ഫീലിങ്സ് അവരെക്കുറിച്ച് തന്നെ ഒരു സെൽഫ് പിറ്റി ഫീൽ ചെയ്യുന്ന അനുഭവമൊക്കെ ഉണ്ട്. ഐ എം ഗുഡ് ഫോർ നത്തിങ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ. അപ്പോൾ അതൊക്കെ മാറിയിട്ട് ഐ എം വർത്ത് എന്നുള്ളൊരു ചിന്തയിലേക്കൊക്കെ ആളുകൾ എത്തുന്ന ഒരനുഭവത്തെക്കുറിച്ച് പലരും പങ്കുവെച്ചതായിട്ട് മാസികയിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ ഗവേഷണങ്ങൾ കാണിക്കുന്നത് സുംബെ പോലുള്ള ഗ്രൂപ്പ് വ്യായാമ പ്രവർത്തനങ്ങൾ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും ഏകാന്തതയുടെ വികാരങ്ങൾ കുറയ്ക്കുകയും ചെയ്യുമെന്നാണ്. അതുകൊണ്ട് ഈ വിഷ്ണൻ ഗ്രൂപ്പ് പോലുള്ള ആളുകൾ നിങ്ങൾ കുറച്ചുകൂടെ ശാസ്ത്രീയ അവബോധത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾ 6-ാം നൂറ്റാണ്ടിൻ്റെ ശാസ്ത്രവുമായിട്ട് നടക്കരുത്. അത് ഭയങ്കര തെറ്റാണ് കേട്ടോ. കാരണം നിങ്ങൾ ഇന്നും ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കാൻ അർഹതയുള്ളവരായിട്ടല്ല നിങ്ങളുടെ പ്രവർത്തനങ്ങളും സംസാരങ്ങളും ഒക്കെ വെളിപ്പെടുത്തുന്നത്. കാരണം നിങ്ങൾക്ക് മതമാണ് വലുത്. ആ മതം നിങ്ങളെ 6-ാം നൂറ്റാണ്ടിലേക്ക് കെട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ 6-ാം നൂറ്റാണ്ടിലെ തൊഴുത്തിലാണിന്നും നിൽക്കുന്നത്. അവിടുന്ന് 21-ാം നൂറ്റാണ്ടിൻ്റെ ഈ ബഹിരാകാശത്തേക്ക് എത്താനായിട്ടുള്ള ഒരു മാനസിക വളർച്ചയിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ ഇടയായിത്തീരണമെന്നുള്ളതാണ്. അതിന് സാധിക്കാതെ പോകുന്നത് നിങ്ങളുടെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തെ നിങ്ങളൊന്ന് മാറ്റിവെച്ചിട്ട് കുറച്ചും കൂടെയൊക്കെ ശാസ്ത്രീയമായിട്ടുള്ളതും ലോജിക്കലായിട്ടുള്ള നിങ്ങൾക്ക് ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കണമെങ്കിൽ വിശുദ്ധ ബൈബിൾ തന്നെ വായിക്കുക. അത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ഒരു ദൈവിക അവബോധവും മാനുഷികമായ പരിഗണനകളും അവിടെ ഒരു ഉയർച്ചയും നമ്മുടെ വിലയും നിലയും ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇല്ല എങ്കിൽ നിങ്ങൾ 6-ാം നൂറ്റാണ്ടിലെ ചാക്കിലേക്ക് മടങ്ങുന്ന, ഇപ്പോഴും ചാക്കിൽ കെട്ടി ഒരുപാട് കുട്ടികളെ ഇതിലെയൊക്കെ നടത്തുന്നത് കാണുന്നുണ്ട്. രാവിലെ മുതൽ രാത്രി വരെ അതുങ്ങൾ ഈ ചാക്കിനകത്ത് കയറി നടക്കുന്ന ഒരവസ്ഥ എന്തൊരു കഷ്ടമാണ്. ഇതിനൊക്കെ പ്രചോദനം കൊടുക്കുന്നത് വിഷ്ണം പോലുള്ള ഗ്രൂപ്പുകളാണ്. KNM ഒക്കെ ഇവിടെ കേരളത്തിൽ പ്രബലമായതിനു ശേഷമാണ് ഇത്തരം ഈ ചാക്കിൽ കെട്ടുകൾ കൂടുതൽ വർദ്ധിച്ചത്. നേരത്തെ സുന്നികൾ മാത്രമുള്ളപ്പോൾ അവർക്ക് ഈ ചാക്കിക്കെട്ട് വളരെ കുറവായിരുന്നു. അവർക്ക് നല്ല അരയിൽ വളരെ മനോഹരമായ ഒരു വെള്ളിയരിഞ്ഞാണവും അതുപോലെ തന്നെ വലിയൊരു റൗക്കയും മുണ്ടും ഒക്കെ ആയിരുന്നു സ്ത്രീകളും അതേപോലെ പുരുഷന്മാരാണെങ്കിലും ആ ഒരു രീതിയായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്നു. കണങ്കാല് മറയ്ക്കാതെ നടക്കൽ പരിപാടി, അത് അറബി നാട്ടിൽ എന്ന മണലാരണ്യത്തിലൂടെ ചില ആളുകൾ നടന്നപ്പോൾ അവരുടെ കുപ്പായത്തിന്മേലും അവരുടെ മുണ്ടിന്മേലും ഈ മണൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പൊക്കി കൊടുത്തു. അതിപ്പോൾ ഒരു അനുകരണമാക്കി അതൊരു മതത്തിൻ്റെ ചിട്ടയാക്കി മാറ്റിയിരിക്കുന്നു. ഇതുപോലെയുള്ള ഒരുപാട് വങ്കത്തരങ്ങളുടെ ഒരു കേളി രംഗമായിട്ട് മാറ്റിയിരിക്കുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെയൊക്കെ ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ചിന്താ വശത്തിലേക്ക് വരണം. അപ്പോൾ ഞാനിനി വേറൊരു കാര്യം കൂടെ പറയാം. ഈ ഫ്രോണ്ടിയേഴ്സ് ഇൻ സൈക്കോളജിയിൽ നടത്തിയ ഒരു പഠനം വെളിപ്പെടുത്തിയത് സുംബ പോലുള്ള നൃത്താധിഷ്ഠിത വ്യായാമങ്ങൾ
കോർട്ടിസോളിൻ്റെ അളവ് കുറയ്ക്കുന്നതിലും മൊത്തത്തിലുള്ള മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിലും അഗാധമായ സ്വാധീനം ചെലുത്തുന്നു എന്നാണ്. അപ്പോൾ ഞാൻ ഇത്രയും നേരം അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒന്നുകൂടെ കേട്ട് നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതും കേട്ടിട്ട് ബുദ്ധിയില്ലെങ്കിൽ മൂന്നാം വട്ടം കേട്ടാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് നിങ്ങൾ കേൾക്കേണ്ടിയാണ്, അറിയേണ്ടതാണ്. പ്രചോദനാത്മകമായ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ പലരും പറയാറുണ്ട്. സുംബ മാനസികാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്തുന്നു എന്നുള്ളത് വളരെ കൃത്യമായ പഠനത്തിൻ്റെയും ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. ഞാൻ വായിച്ചതായ ഒരു അനുഭവം കൂടെ പറയാം, എന്നിട്ട് അവസാനിപ്പിക്കാം. ഡൽഹിയിൽ നിന്നുള്ള 26 വയസ്സുള്ള അധ്യാപികയായിട്ടുള്ള റിയ ദീർഘവർഷങ്ങൾ സാമൂഹ്യ ഉത്കണ്ഠയുമായിട്ട് മല്ലിട്ട് ഒത്തുചേരാൻ കഴിയാതെ എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു. ഈവൻ സ്വന്തം സഹോദരങ്ങളോട് സംസാരിക്കാൻ പോലും ഭയങ്കര പ്രശ്നമായിരുന്നു അവർക്ക്. ഒരു പേടി. അവർ ക്ലാസ്സിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പലപ്പോഴും ലീവ് എടുക്കേണ്ടി വരുന്ന ഒരു അനുഭവത്തിലേക്ക്, അങ്ങനെ ഒരു വിഭ്രാന്തിയുടെ അനുഭവമായിരുന്നു അവർക്ക്. അവർ ഒരുപാട് മരുന്നൊക്കെ കഴിക്കുന്ന, ഒരുപാട് കൗൺസിലിങ്ങിനൊക്കെ പോയിട്ടുള്ള ഒരു സ്ത്രീയാണ്. 26 വയസ്സുകാരിയായിട്ടുള്ള ഒരു യുവതി. ഒരു പ്രാദേശിക സുംബ ക്ലബിൽ ചേരാനായിട്ട് അവരോട് ഒരു കൗൺസിലർ നിർദ്ദേശിക്കുകയും, അങ്ങനെ തുടക്കത്തിൽ ഒരു വളരെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അവർക്ക്. ആരംഭത്തിൽ അവർക്ക് മറ്റുള്ളവരുമായിട്ടൊക്കെ കോപ്പപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ സ്വാഗതകരമായ അന്തരീക്ഷം ക്രമേണ ആ റീനയുടെ ഭയങ്ങളെ ലഘൂകരിച്ചെന്ന് മാത്രമല്ല, 6 മാസത്തിനുള്ളിൽ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുവാനുള്ള ആത്മവിശ്വാസം ഈ റിയയ്ക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചു. അപ്പം മാത്രമല്ല, ഈ 6 മാസം മറ്റുള്ളവരുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്ത് ഈ സുംബ ഡാൻസിൽ ആക്റ്റീവായതിന് ശേഷം അവരുടെ അനുഭവം കുറിച്ചു വച്ചിരിക്കുന്നത് ആജീവനാന്ത സുഹൃത്തുക്കളെപ്പോലും അതിൽ കൂടെ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സുംബ ഡാൻസ് എന്ന് പറയുന്നത് അവരുടെ തെറാപ്പിയായിട്ട് മാറി. അത് അവരുടെ മൂല്യം വർദ്ധിപ്പിച്ചു, അവർക്ക് വിലയുള്ളവളാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു. അതുകൊണ്ട് എനിക്ക് ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, നിങ്ങളുടെ സ്നേഹിതർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് ഇതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ വിട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള മതപണ്ഡിതന്മാർക്കും മതപുരോഹിതന്മാർക്കും അതോടൊപ്പം തന്നെ ഈ വിസ്ഡം പോലുള്ള അതിൻ്റെ പ്രവർത്തകർക്കും ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കണമേ. ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർത്തോണം, നമ്മളിപ്പോൾ പറഞ്ഞതായിട്ടുള്ള ഈ കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ സുംബ നമുക്കൊന്ന് പരീക്ഷിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. സുംബ പരീക്ഷിക്കാൻ എല്ലാ തെറാപ്പിസ്റ്റും നിർദ്ദേശിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ്. എല്ലാ കുട്ടികളും ഇതിനകത്ത് പങ്കെടുക്കുന്നത് അവരുടെ മാനസിക അവസ്ഥയ്ക്ക് വർധനമുണ്ടാക്കും, ഊർജം വർദ്ധിപ്പിക്കാനായിട്ട് ഇടയായിത്തീരും, പഠനത്തിൽ ശ്രദ്ധിക്കാൻ ഇടയായിത്തീരും. ഞാൻ എൻ്റെ അടുക്കൽ കുട്ടികളെ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുവരുമ്പോൾ അവർക്ക് കൊടുക്കാറുള്ള ഒരു ഉപദേശം എക്സർസൈസ് ആണ്. പക്ഷേ ഇപ്പം ഈ സുംബ ഡാൻസൊക്കെ സ്കൂളിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എല്ലാ സ്കൂളുകളിലും ഇത് നിർബന്ധമായിട്ട് നടപ്പിൽ വരുത്തണമെന്നുള്ളതാണ് എന്നെപ്പോലുള്ള ആളുകളുടെ ആഗ്രഹം. കാരണം ഇത് നമ്മുടെ സമൂഹത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. മദ്യം, മയക്കുമരുന്ന് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവർക്ക് പോലും അതിൽ നിന്നുള്ള റിക്കവറി എടുക്കുവാനായിട്ട് ഈ സുംബ ഡാൻസ് പോലുള്ള ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഡാൻസുകളും മറ്റും ഇടയായിത്തീരും. അത് മറ്റു പല ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും ആളുകളെ മാറ്റി നിർത്തും. കാരണം നമ്മുടെ തലച്ചോറ് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ തരാനായിട്ട് ഇടയായിത്തീരും. ശരിയും തെറ്റും തിരിച്ചറിയാൻ ഇടയാകും. നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ, അതോടൊപ്പം തന്നെ നിങ്ങൾ ദൈവവചനം കൂടെ വായിക്കുകയും പഠിക്കുകയും ആ കൂട്ടായ്മ ആചരിക്കുകയും ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളെ ഒരു തികഞ്ഞ മനുഷ്യനായി, ഒരു തികഞ്ഞ വ്യക്തിയായിട്ട് സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇത്രയും നേരം കേട്ട എല്ലാവർക്കും സ്നേഹവന്ദനവും നന്ദിയും അറിയിച്ചുകൊണ്ട്, നിങ്ങൾ കുറഞ്ഞത് 4 കിലോമീറ്റർ 40 മിനിറ്റ് കൊണ്ട് ഡെയിലി നടക്കുക. അങ്ങനെ നിങ്ങൾ 40 മിനിറ്റ് നടക്കുന്നതിനും അല്ലെങ്കിൽ 10 മിനിറ്റ് വരെ ഈ സുംബ ഡാൻസിൽ പങ്കെടുക്കുന്നതിനും നിങ്ങൾക്ക് ഇടയായിത്തീരട്ടെ. ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും. വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നവരെയും നന്ദി, നമസ്കാരം.